ഈശ്വരനുണ്ടെന്നും ഈശ്വരനില്ലെന്നുമുള്ള വാദങ്ങൾ പണ്ടുകാലം മുതൽ ഇന്നുവരെയും നിലനിൽക്കുന്നു. നിരീശ്വരവാദികളുമുണ്ട്, ഈശ്വരനെ വിശ്വസിക്കുന്നവരുമുണ്ട്. ചില ശക്തികളെയും അത്ഭുതങ്ങളെയും നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അസാധ്യമായവയെ സൃഷ്ടിക്കുന്ന ഈ പ്രപഞ്ചത്തെപ്പോലെ തന്നെ ദൈവീക ശക്തികളുള്ള ചില സൃഷ്ടികളുമുണ്ട്. അത്തരം ശക്തികളുള്ള സൃഷ്ടികളിൽ ഒന്നാണ് നാഗമാണിക്യം. നാഗവംശത്തിന്റെ അഭിമാനമായ നാഗമാണിക്യത്തിന്റെ ചുമതല ഇപ്പോൾ വാസുകി വംശത്തിൽപ്പെട്ട നാഗരാജാവിനാണ്. മാണിക്യം സംരക്ഷിക്കുന്ന നാഗങ്ങൾക്കും അതിനെ കൈവശമാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള യുദ്ധം കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സമസ്യയാണ്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാ. നിങ്ങളെന്താ ഇവിടെ ആദ്യമായിട്ടാണോ? ഈ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻ നിങ്ങൾ വേണം മുൻകൈ എടുത്ത് നടത്താൻ. ഫ്രണ്ട്സാണ് പോലും. താമസിച്ച് വന്നതും പോരാഞ്ഞിട്ട് ജാട കാണിക്കുന്നോ? തെറ്റ് സമ്മതിച്ചേ. രുദ്രൻ എവിടെ പോയി? ഞങ്ങൾ തന്നെ പോയി അവനെ ഒരുക്കിക്കൊണ്ട് വരണോ? അവനെ കാണാനില്ലല്ലോ. ഹേമ, 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 രുദ്രനും വാണിയും ഇല്ലാതെ തന്നെ പൂജ അവസാനിപ്പിച്ചോ? ഇന്ന് രുദ്രന്റെ പിറന്നാളല്ലേ? അവനില്ലാതെ പൂജയോ? ഓ, വാണി ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ രുദ്രൻ എവിടെ? പൂജാമുറിയിലാണോ? വേഗം വിളിക്കേ. ഇവിടെ എല്ലാവരും അവന് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ. രുദ്രൻ പൂജയ്ക്ക് വന്നില്ല. വൈകുന്നേരം മുതൽ അവനെ വീട്ടിൽ കാണാത്തത് കൊണ്ട് വാണി ആകെ ഭയന്നിരിക്കുക. അടുത്ത കാലത്തായിട്ട് രുദ്രൻ ഇങ്ങനെ തന്നെയാ. അവന്റെ ഇഷ്ടത്തിന് വരുന്നു, അവന്റെ ഇഷ്ടത്തിന് പോകുന്നു. പാവം വാണി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയില് അവൾക്ക് വിഷമുണ്ടാക്കുന്ന കാര്യമല്ലേ? ഏട്ടനെങ്കിലും അവനെ ഒന്ന് ഉപദേശിക്കേ. ഓഹോ, ഇന്ന് രുദ്രന്റെ ബർത്ത്ഡേ ഗിഫ്റ്റിനേക്കാൾ കൂടുതൽ ഉപദേശമായിരിക്കും കിട്ടുകയെന്ന് തോന്നുന്നല്ലോ. എന്നാലും വാണിയേട്ടത്തിയോട് പറയാതെ പോയത് ശരിയായില്ല. അവനെ കാണട്ടെ, ചോദിക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അവൻ പറയണമെന്ന് തന്നെ കരുതിയിട്ടുണ്ടാവും. ആ സമയത്ത് വാണി ഉറങ്ങുകയായിരുന്നിരിക്കാം. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഗർഭിണികൾ ഉറങ്ങുന്ന സമയത്ത് ശല്യം ചെയ്യരുതെന്ന്. അതാവും പറയാതെ പോയത്. അല്ലേ വാണി? രുദ്രന്റെ സ്വഭാവത്തെ പറ്റി ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. അതെ വാണിയർത്തി, കാടുകൾ, മലകൾ, ഗുഹകൾ ഇവിടെയൊക്കെ പോകുന്നതേ അവൻ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ചേച്ചി ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും രുദ്രനെ പോലെ കാടും മലയും ചുറ്റുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. രുദ്രൻ എവിടെ പോയതാവും?
പരമേശ്വര, എനിക്ക് 2 ആൺമക്കളെ തന്നു. വിഷ്ണു ശാന്ത സ്വഭാവമുള്ളവൻ, രുദ്രൻ പേരുപോലെ തന്നെ രുദ്രനു, അമാവാസിയിൽ ജനിച്ചവൻ. എപ്പോഴും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവാൻ അങ്ങയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. അവനെയും എന്റെ കുടുംബത്തെയും അങ്ങ് തന്നെ കാത്തോളണേ. എപ്പോഴും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് എന്റെ കുട്ടികളുടെ രക്ഷ മാത്രമാ. അവിടുത്തെ കരുണയുടെ വെളിച്ചത്തിൽ അവരെ എപ്പോഴും സംരക്ഷിച്ചോളണേ. ദുഷ്ടശക്തികളുടെ നിഴൽ പോലും തട്ടാതെ എന്റെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ഇന്ന് നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. 25 വർഷങ്ങളായി മുടങ്ങാതെ മൃത്യുഞ്ജയനെ ആരാധിച്ചു വരുന്ന എന്റെ തപസ്യക്ക് ഇന്ന് ഫലം ലഭിച്ചിരിക്കുകയാണ്. കണ്ടാൽ അപ്രത്യക്ഷമാകുന്ന നാഗമാണിക്യമുള്ള സ്ഥലം ഇപ്പോഴിതാ നിന്റെ പിറന്നാൾ ദിനം തന്നെ എനിക്ക് ദൃശ്യമായി. ഇനി നാഗമാണിക്യം നമുക്ക് സ്വന്തം. സ്വാമി, നാഗമാണിക്യം എവിടെയുണ്ട്? പറയൂ. ഇപ്പൊ തന്നെ ഈ അഗ്നികുണ്ഡത്തിലേക്ക് ആവാഹിച്ച് എനിക്ക് തരുമോ? അതോ നമ്മൾ അതുള്ളിടത്തേക്ക് പോണോ? രുദ്ര, നിന്റെ പരിശ്രമവും എന്റെ ശക്തിയും ഒത്തുചേരുമ്പോൾ നാഗമാണിക്യം നമ്മുടെ കൈകളിൽ എത്തിച്ചേരും. ഈ ഹോമവും കർമ്മങ്ങളും കൊണ്ട് മാത്രം ആ നാഗമാണിക്യം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കില്ല. നാഗമാണിക്യം വെറുമൊരു കല്ലാണെന്ന് ധരിക്കരുത്. അതിന് അത്ഭുതകരമായ ശക്തികളുണ്ട്. ഇപ്പോൾ അത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാഗരാജാവ് നിസ്സാരനല്ല. ശത്രു വളരെയധികം ശക്തനാണ്. പോരാട്ടത്തിലൂടെ നേടാനാകൂ. സ്വാമി, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി എനിക്ക്. എതിരാളി എത്ര ശക്തനാണെങ്കിലും പോരാടി നാഗമാണിക്യം ഞാൻ കൊണ്ടുവരാം. സ്വാമി, നാഗമാണിക്യം എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോ പുറപ്പെടാം. ശരി. തക്ഷകവനം എന്ന പേര് കേട്ടിട്ടുണ്ടോ? എന്താ തക്ഷകവനമോ? അത് എന്ത് പറ്റി രുദ്ര? തക്ഷകവനമായാൽ നിനക്കെന്താ? അവിടത്തെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഈ ഭൈരവന്റെ ശക്തിക്ക് മുന്നിൽ ഭയന്ന് ഓടി ഒളിക്കും. ധൈര്യമായി പോയി വരൂ. അത് അങ്ങനെയല്ല സ്വാമി. ഈ ഭൈരവന്റെ ശക്തിയെ അപമാനിക്കാതെ രുദ്ര. എന്റെ ശക്തിക്ക് മുന്നിൽ തടസ്സങ്ങളോ ശാപങ്ങളോ യാതൊന്നും നിലനിൽക്കില്ല. ഞാനൊപ്പമുണ്ടെന്ന് പറഞ്ഞതല്ലേ? ധൈര്യമായിട്ട് പോയി വാ. ആജ്ഞ പോലെ സ്വാമി, ഞാൻ അവിടേക്ക് പോകാം. ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്. തക്ഷകവനം എങ്ങനെയെന്നും അവിടേക്ക് പോകേണ്ട മാർഗവും ഞാൻ കാണിച്ചു തരാം. ജയ് മഹാകാള! രുദ്രൻ ഇന്ന് ചെയ്തത് ശരിയായില്ല. ഗസ്റ്റുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവനില്ലാതെ എങ്ങനാ? അവനില്ലെങ്കിൽ എന്താടാ? എന്നാ പിന്നെ നമുക്കങ്ങോട്ട് തുടങ്ങിയാലോ? ഇല്ലില്ല, രുദ്രൻ വന്നേ പറ്റൂ. വന്നില്ലെങ്കിൽ ഈ പാർട്ടി ക്യാൻസലാ. ഏയ് സമാധാനിക്കേ. അവനിവിടെ അടുത്തെവിടെയെങ്കിലും പോയതാവും. ഉടനെ തന്നെ തിരിച്ചു വരും. ഇന്നത്തെ ദിവസമെങ്കിലും അവന് നേരത്തെ വീട്ടിലെത്തായിരുന്നില്ലേ? എന്താ ഹേമേ നീയും ഇവരെ പോലെ സംസാരിക്കുന്നേ?
ചേട്ടാ ഞാനിതാ എത്തി. ദേ വന്നു, കണ്ടില്ലേ? വാ രുദ്ര. ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും വന്നപ്പോ നീ ഇതെവിടെ പോയി? വാണിയോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? അവൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ഹേമ, മിണ്ടാതിരിക്കെ. അവനിങ് എത്തിയല്ലോ. രുദ്ര, വാ നമുക്ക് കേക്ക് കട്ടിയാം. വരൂ, എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്യൂ. അർജുൻ, കരൺ വന്നേ. ചേട്ടാ, ആ ചേട്ടൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ. കണ്ടില്ലേ കാര്യത്തിലേക്ക് വന്നത്? എന്താ വിഷ്ണു, രുദ്രന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ? എനിക്ക് ചേട്ടൻ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങി തരണ്ട. എന്റെ ഒരു ആഗ്രഹം സാധിച്ചെന്നാ മതി. രുദ്ര, ഇപ്പൊ തന്നെ സമയം വൈകി. എന്താ നീ ഇങ്ങനെ? രുദ്ര, നിനക്കല്ലാതെ ആർക്കാ? എന്താ വേണ്ടെന്ന് പറഞ്ഞോ? എനിക്ക് തക്ഷക വനത്തിലേക്ക് പോണം. വേണ്ട രുദ്ര, ചോദിക്കാൻ പാടില്ലാത്ത നീ ചോദിക്കുന്നേ. എനിക്ക് സ്വർണമോ പണമോ അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റും വേണ്ട. എനിക്ക് തക്ഷക വനത്തിലേക്ക് പോയാൽ മതി. രുദ്ര, എന്താടാ നീ കൊച്ചു പിള്ളേരെ പോലെ വാശി പിടിക്കുന്നേ? തക്ഷകവനത്തിന്റെ സമീപത്ത് പോലും പോകരുതെന്നല്ല അമ്മ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വംശത്തിലെ ആരും അവിടെ പോകരുതെന്നാ. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. അമ്മ വരുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് മടങ്ങിയെത്താം. രുദ്ര, ഞാൻ എന്തായാലും വരും. ഏയ് പ്രകാശ്, അങ്ങനെ ഔട്ടിംഗ് പോകണമെന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാം. പക്ഷേ തക്ഷകവനത്തിലേക്ക് മാത്രം വേണ്ട. ഇല്ല ഏട്ടാ, എനിക്ക് തക്ഷക വനത്തിലേക്ക് തന്നെ പോണം. അതും ഇന്നേ ദിവസം തന്നെ. ദയവ് ചെയ്ത് മറുത്തൊന്നും പറയരുത് ഏട്ടാ. ഞങ്ങൾ ഇന്ന് തന്നെ പോകും, അത്ര തന്നെ. രുദ്രൻ പറഞ്ഞാ പിന്നെ മാറ്റമില്ല. ശരി, പക്ഷെ രുദ്ര, നിന്നോടൊപ്പം ഞാനും വരും. അല്ല ഏട്ടാ, അമ്മ അറിഞ്ഞാൽ? നീ മിണ്ടായിരിക്കെ. പോകാം. ആദ്യം കേക്ക് കട്ടിയാം. വരൂ, കേക്ക് കട്ടിയാം. വരൂ, എല്ലാവരും വരൂ, കേക്ക് കട്ടിയാം. വരൂ, വാ. വരൂ വരൂ. കേൾക്കുമ്പോ തന്നെ തല ചുറ്റുക. അവനൊരു എടുത്തിയാട്ടക്കാരനാ. തക്ഷകവനത്തിലേക്കൊക്കെ പോണോന്ന് പറയുമ്പോ അവനെ തടയുന്നതിന് പകരം നിങ്ങളും കൂടെ പോകാനാണോ ഒരുങ്ങുന്നത്? അവനെ ഉപദേശിച്ച് നേരെയാക്കേണ്ട ആളല്ലേ നിങ്ങള്? ഹേമേ, എനിക്കും അറിയാം തക്ഷകവനം അപകടം പിടിച്ച സ്ഥലമാണെന്ന്. നമ്മൾ അവിടെ പോയി കണ്ടിട്ടില്ലെങ്കിലും അമ്മ തക്ഷകവനത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞ് നമ്മിൽ ഭയമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോകണമെന്ന് എനിക്കും ആഗ്രഹമില്ല. അരുതാത്തത് സംഭവിക്കുമോ എന്നുള്ള ഭയമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാവും? രുദ്രൻ ഒറ്റയ്ക്ക് പോയിട്ട് അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ? അതുകൊണ്ടാ അവന് കൂട്ടായി ഞാനും പോകാമെന്ന് വിചാരിച്ചത്. വാണി, നീ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഈ സമയത്ത് നീ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കേണ്ടത്. ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാതെ നന്നായി വിശ്രമിക്കുക. നിന്റെ ഭർത്താവിനെ നീ ഒരിക്കലും ചെറുതായി കാണരുത്. എനിക്ക് തുണയായി സ്വാമിയുടെ അനുഗ്രഹമുണ്ട്. ഒന്നും സംഭവിക്കില്ല. ഇല്ല, എനിക്കെന്തോ വല്ലാതെ ഭയം തോന്നുന്നു. വേണ്ട ഏട്ടാ, പ്ലീസ് ഒരു തവണത്തേക്ക് ഞാൻ പറയുന്നത് കേക്ക്. നീയാണ് എന്നെ അനുസരിക്കേണ്ടത്. ഒരുപാട് നാളത്തെ സ്വപ്നമാണത്. അത് കയ്യിലെത്താനുള്ള സമയമായി. നീ അതിന് തടസ്സം നിൽക്കരുത്. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും നിനക്കെന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തടസ്സം നിന്നാലും ഞാൻ പോയിരിക്കും. ചേട്ടാ, മതി, നിർത്ത്. വേഗം എന്റെ ഡ്രസ്സൊക്കെ എടുത്തു വെക്ക്.
എടാ നിനക്ക് ഈ പാട്ട വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ. ഈ രാത്രി സമയത്ത് കാട്ടിൽ വെച്ച് വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിലോ? രാത്രി കാലങ്ങളിൽ ഇവിടെ പ്രേതസഞ്ചാരം ഉണ്ടത്രേ. അതിപ്പോഴെങ്ങനും വന്നാലോ? പ്രേതങ്ങളോ? ഇവിടെ പ്രേതങ്ങളൊക്കെ വരുവോടാ? പിന്നല്ലാതെ പെട്ടെന്നായിരിക്കും പ്രേതം നമ്മുടെ മുമ്പിലൊന്ന് നിൽക്കുന്നേ. അയ്യോ, ഞാൻ ഇതുകൊണ്ടാ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ നല്ല ഇരുട്ടാ. ഈ കാട്ടിൽ നിറയെ വിഷമുള്ള പാമ്പുകളുണ്ടെന്നും കേട്ടിട്ടുണ്ട്. തക്ഷകവനം എന്ന് വെച്ചാ അപ്സരസുകൾ മാത്രമുള്ള സ്വർഗമാണെന്ന് കരുതി. ഇത് സർപ്പങ്ങളുള്ള കാടാ. ഇവിടെ പാമ്പുകൾ മാത്രമേ ഉണ്ടാവൂ. ഇവിടെയുള്ള പാമ്പുകളൊക്കെ 5-7 തലകളുള്ള പാമ്പുകളാ. നീളമാണെങ്കിൽ 10 അടി ഉണ്ടാവും. രാജു വല്ലാതെ ഭയന്നുപോയി. ഈ കാട്ടിലെ വലിയ വലിയ മരങ്ങളും ഇരുട്ടുമൊക്കെ പേടിയുള്ളവരെ ഭയപ്പെടുത്തും. രുദ്ര, നീയല്ലേ തക്ഷകവനത്തിലേക്ക് വരണമെന്ന് പറഞ്ഞത്? ഈ കാടിനെ പറ്റി നിനക്ക് അറിയാലോ അല്ലേ? ശരിക്കും ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവോ? ഏയ്, കാടാണെ പാമ്പ് ഉറപ്പായിട്ടും ഉണ്ടാവൂടാ. ഇവിടെ നല്ല ഉഗ്രവിഷമുള്ള പാമ്പുകളാണുള്ളത്. അതും പല ഇനത്തിലുള്ള സർപ്പവംശത്തിൽപ്പെട്ട പാമ്പുകൾ. പാമ്പെങ്ങനെ കടിച്ച? അതിന്റെ കടിയേറ്റാൽ മരണം സുനിശ്ചിതം. എല്ലാം അറിഞ്ഞിട്ടും നീ ഞങ്ങളെ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നു അല്ലേടാ? ഏയ്, ഭയപ്പെടേണ്ട. രുദ്ര, ഈ രക്ഷകൾ വാങ്ങിച്ചുകൊള്ളൂ. ഇത് കഴുത്തിൽ ധരിച്ചാൽ ആ പാമ്പുകൾ നിന്റെ അടുത്തേക്ക് വരില്ല. സർപ്പശക്തികൾ ഈ രക്ഷയ്ക്ക് മുന്നിൽ വിലപ്പോവുകയുമില്ല. എന്റെ ശക്തികൾ ഇതിൽ ആവാഹിച്ചിട്ടുണ്ട്. വാങ്ങിക്കോളൂ. ഈ രക്ഷ എല്ലാവരും ധരിച്ചോളൂ. രുദ്ര, ഞങ്ങൾ രാജുവിനെ ഭയപ്പെടുത്തിയതാ. ഞങ്ങൾ തമാശയ്ക്ക് ഭയപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങൾ നീ വെറുതെ സീരിയസ് ആയി എടുക്കരുത്. ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല. അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ല. എടാ രുദ്ര, നിന്റെ വിശ്വാസങ്ങളൊന്നും ഞങ്ങളെ അടിച്ചേൽപ്പിക്കരുത്. ഇങ്ങ് തന്നേക്കടാ, ഞാനത് കെട്ടിക്കോളാം. രാജു, ഇനി നീയെങ്ങാനും ആ രക്ഷ കെട്ടിയ ഞാൻ തന്നെ നിന്നെ കൊല്ലും. നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടേക്ക്. ഇത് ഞാൻ ധരിച്ചോളാം. എന്തായാലും വണ്ടി സ്റ്റാർട്ടാവില്ല. ഇവിടെ അടുത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നമുക്ക് നടന്നു പോയാലോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഒരു കാവൽക്കാരനെങ്കിലും വെക്കാമായിരുന്നു. വല്ല പ്രേതങ്ങളുണ്ടായിരുന്നെങ്കിൽ സംസാരിച്ചിരിക്കായിരുന്നു. രാജു, എന്തുപറ്റി? രാജു, രാജു,